ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേർന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആയിരുന്നു. ചാർജ് വളരെ കുറവായിട്ടാണ് കാണിച്ചത്. 2021 മോഡലാണ് അതിൻ്റെ മേക്കിങ്. 2021 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. അത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 13.32 ആ റേഞ്ചിലേക്ക് വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മൈന്യൂട്ടായിട്ട് അതിനകത്ത് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ബാറ്ററി ഡാമേജ് ആയിട്ട് കാണിക്കുക. പോയ ബാറ്ററി ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലൈൻ്റ് ആണ് ശരിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ 1-2 ദിവസമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടിക്കും. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റോറിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ഗ്രാജുവലി അതിൻ്റെ ചാർജ് താഴേക്ക് പോകും. അതാണ് ശരിക്കും സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ വേറൊരു കംപ്ലൈൻറ്റ് കൂടി ഉണ്ട് വണ്ടിക്ക്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ചാർജ് അതേപോലെ തന്നെ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് റേസ് ആയാലും ഇതിനകത്ത് വോൾട്ടിൽ വേരിയേഷൻ വന്നില്ല. മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസം തന്നെ. പക്ഷേ ശരിക്കും നമുക്കിങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ട് റേസ് ആവണ സമയത്ത് നമുക്കൊരു 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് ശരിക്കും അതിൻ്റെ വോൾട്ട് കയറി വരണം. അത് കംപ്ലൈൻറ്റ് കാണിക്കണം എന്താണെന്ന് വെച്ചാൽ വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിങ്ങിൻ്റെ സിസ്റ്റം റെഡി അല്ല എന്നുള്ളതാണ്. അത് മെയിനായിട്ട് നമുക്ക് ചാർജ് ആവണത് ഈ ഇരിക്കുന്ന റെക്ടിഫയർ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെയാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചാലും ഇതിൽ നിന്ന് ചാർജ് എടുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് ചാർജ് അതിനകത്തേക്ക് സ്റ്റോർ ആവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലൈൻറ്റിലേക്ക് പോകും. നേരെ മറിച്ച് തന്നെ നമുക്ക് ഈ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, കൂട്ടത്തിക്കടെ വണ്ടിമേന്ന് ചാർജ് കയറാതെയും കൂടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഡൗൺ ആയി പോകുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഈ ബാറ്ററി ഇതും കൂടി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ചാർജ് കയറുന്നതിൻ്റെ ഒരു അളവും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതിയതാണ് വെച്ചേക്കണേ. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ വോൾട്ട് കാണിക്കുന്നത് 13.6 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ റേസ് കയറി വരുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അതങ്ങനെ കൂടി നമുക്കൊരു 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് വരും. അത് ഇപ്പോൾ 14 വോൾട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പതുക്കെ കൂടുക. അത് 14.5 വോൾട്ട് വരെ വരും വണ്ടി. ഇതാണ് അപ്പോൾ 14.5ലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ചാർജിങ്ങിൻ്റെ റൈറ്റ് മെത്തേഡ്. കാരണം ഇപ്പോൾ ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയതാണ് ശരിക്കും ബാറ്ററി ചാർജ് വണ്ടിമേന്ന് ചാർജ് കയറാഞ്ഞതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ശരിക്കും ആ കംപ്ലൈൻറ്റ് 100% സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഒന്ന് റെക്ടിഫയർ യൂണിറ്റ് മാറണം. റെക്ടിഫയർ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിന് വന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 455 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നു കേട്ടോ ഈ ഐറ്റത്തിൻ്റെ. പിന്നെ ഈ ബാറ്ററി മാറ്റി വെച്ചാലാണ്, കാരണം ബാറ്ററി ഓൾറെഡി ഡെഡാണ്, കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല, റിപ്പീറ്റ് നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയുടെ പിന്നീട് നമുക്ക് ആ ബാറ്ററിയുടെ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് ബാറ്ററിയുടെ കേസ് എന്താ വെച്ചാൽ റെക്ടിഫയർ യൂണിറ്റ് എന്തെങ്കിലും നമുക്ക് മാറണം. അതുകൂടാതെ നമുക്ക് ബാറ്ററി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ച് നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട്.